ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല പൊൻകുന്നം റൂട്ടിൽ മെയിൻ റോഡിൽ നിന്നും ഏകദേശം 150 മീറ്റർ ദൂരം മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന് വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ്. ഒരേ സമയം 5, 6, 7 വണ്ടികൾ യഥേഷ്ടം കയറി തിരിഞ്ഞു പോകാൻ തക്ക വിധത്തിലുള്ള ഒരു മുറ്റമാണ് ഈ വീടിന് ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വീടും പരിസരവുമാണ്. മെയിൻ ഹൈവേ നിന്നും നമുക്ക് 150 മീറ്റർ ദൂരം വരുമ്പോൾ വീടിൻ്റെ ഇരു സൈഡും നല്ല ഇതുപോലുള്ള അതിമനോഹരമായിട്ടുള്ള വീടുകളുള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ലേശമില്ലാത്ത കിഴക്ക് ദർശനത്തിലുള്ള ഒരു വാസ്തുപ്രകാരം ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ വീട് കിഴക്കോട്ട് ദർശനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ വടക്ക് കിഴക്കായിട്ടാണ് ഇതിൻ്റെ കിണർ. വീടിൻ്റെ ഇരു സൈഡ്, ഇത് ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തന്നെ നമുക്ക് നല്ലവണ്ണം വീതിയുണ്ട്, സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വീടിന് മുകളിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയർ ഉണ്ട്. ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡാണ്, വടക്ക് സൈഡാണിത്. നോർത്ത് സൈഡും നല്ലവണ്ണം സ്പേസ് ഉണ്ട്. വീടിൻ്റെ മുൻവശത്തേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം ബേബി മെറ്റൽ വിരിച്ച് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഒരിക്കലും പറ്റാത്ത ഒരു കിണറാണ് ഈ വീടിനുള്ളത്. ഈ വീടിൻ്റെ കിണർ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഫേസ് ചെയ്താണ്. ഇതാണ് ഈ വീടിൻ്റെ, നമുക്ക് മുറ്റം തന്നെ കാണുമ്പോൾ അറിയാം എത്ര വലിയ വണ്ടിയും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഉണ്ട് ഈ വീടിന്. ഇതാണ്, മഴ ശരിക്ക് പെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ വൈബ്രേഷനൊക്കെ ഉണ്ട്. നല്ല ഒരു പൊൻകുന്നം റോഡിലേക്ക്, അതായത് ബസ് റൂട്ടിലേക്ക് നമുക്ക് ഈ 150 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇത് സ്കൂള്, കോളേജ് അതുപോലുള്ള വാഹനങ്ങളെല്ലാം ഈ മെയിൻ ഹൈവേ കൂടി പാസ് ചെയ്യുന്നതാണ്. നല്ലൊരു ആംബിയൻസിൽ, അതായത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ, എന്നാൽ മുട്ടിയുള്ള വീടുകളില്ല. ഇത് 13.5 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 69 ലക്ഷം രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. നമ്മൾ ഇതൊന്ന് കാണേണ്ടതാണ്. ഈ വീട് ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മിനി വിൻഡോകളാണ്. 2-3 ഇത് നമ്മുടെ പുറമേ നിന്നുള്ള 2-3 മിനി വിൻഡോസുകൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തേക്കുംതടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എടുത്തു പറയത്തക്ക ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടികൾ തേക്ക്, ആഞ്ഞിലി, പ്ലാവ് ആണ്. അതാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മാർബിൾ ഡിസൈനുള്ള ടൈലുകളാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് തുറന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ അത്യാവശ്യം മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് ഡൈനിങ് ഹോളുമായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്, അവിടെയൊക്കെ നമുക്ക് TV യൂണിറ്റ് വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ ആക്സസറീസൊക്കെ വയ്ക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട്. നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ആണ്, ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. നല്ല വലുപ്പത്തിലുള്ള ഏരിയ, നമുക്ക് സെറ്റിയൊക്കെ ഇടാനാണെന്ന് പറഞ്ഞാലും നല്ലവണ്ണം സ്പേസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഹോളിലേക്കാണ്. നല്ല വീതിയിലുള്ള ഒരു ഡൈനിങ് ഹോളാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് വാഷ് ബേസിനുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള റൂമുകളിലേക്കാണ്, കിച്ചണിലേക്കുള്ള പ്രവേശനമൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോൾ എന്ന് പറയുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ്. ഒരു സൈഡിൽ നമ്മൾ ടേബിൾ ഇട്ടാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥല സൗകര്യങ്ങളുടെ വാഷേരിയായ ഇതും ഇൻറ്റീരിയർ വർക്ക് നടത്തി അതിഗംഭീരമായിരിക്കുന്നു. വാഷേരിയയുടെ താഴെ സ്റ്റോറേജ് ഉണ്ട്. ഒരു വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ഇട്ട്, എന്നാൽ ഒരു ഓവറായിട്ടുള്ള ഒരു വർക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലൈറ്റുകളാണെങ്കിലും അത്യാവശ്യം ആവശ്യത്തിന് ഉതകുന്ന രീതിയിലാണ് നമുക്ക് ലൈറ്റുകളുടെ ക്രമീകരണം. അതുപോലെ തന്നെ ഇത് ടൈലുകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള മാർബിൾ ഡിസൈനിലുള്ള
ടൈലുകളാണ്. 4x2 ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. വാർഡ്രോബ്സ് ഉണ്ട്. എല്ലാ റൂമിലും ഇതുപോലെ 7 അടിയോളം വലിപ്പമുള്ള വാർഡ്രോബ്സുകളാണ് ഈ വീടിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കർട്ടൻ വർക്കുകൾ ചെയ്ത് ഇതിൻ്റെ ടൈലുകളുടെ കളറുമായിട്ട് മാച്ചിങ് വരുന്ന രീതിയിലുള്ള കർട്ടനുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള 1600 സ്ക്വയർ ഫീറ്റ് 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയതാണ് ഈ വീട്. ഇതിൻ്റെ ബാത്റൂമുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസും ബ്രാൻഡഡ് ഐറ്റംസും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ അത് 1600 സ്ക്വയർ ഫീറ്റ് നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് തോന്നും. അത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ ഡോറുകളെല്ലാം നമുക്ക് ഫൈബറിൻ്റെ തന്നെയാണ്. നല്ല മനോഹരമായിട്ടുള്ള ബാത്റൂമിൻ്റെ എന്ന് പറഞ്ഞാൽ ഫൈബർ ഡോറുകളാണ്. എല്ലാ റൂമിലും ഇതുപോലെ കർട്ടനുകളുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. നമുക്ക് ഏകദേശം പൈകയിൽ നിന്നും ഏകദേശം മഞ്ചക്കുഴി കവല കഴിഞ്ഞിട്ടാണ് ഈ വീട്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും 150 മീറ്റർ ദൂരം മാത്രമേ ഉള്ളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ആംബിയൻസിലുള്ള ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് ധൈര്യമായിട്ട് വന്ന് കാണാവുന്നതാണ്. കാരണം സെല്ലർ ചോദിക്കുന്നത് 69 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ബാത്റൂമിലാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള സ്ലിപ്പാകാത്ത രീതിയിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ റൂമുകളെല്ലാം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ്. ഇതാണ് 3ാമത്തെ റൂം. നല്ല വലിപ്പമുള്ള റൂമുകളാണ് എല്ലാം. ഒരു 14, 12 അങ്ങനെ രീതിയിലൊക്കെയുള്ള റൂമുകളാണ്. അതുപോലെ തന്നെ വാർഡ്രോബ്സ് എല്ലാ റൂമിലും ഉണ്ട്. നമുക്ക് വലിപ്പമുള്ള നല്ല കിഴക്ക് ദർശനത്തിലുള്ള ഇത് വാസ്തുവിധി പ്രകാരമാണ് സെല്ലർ ഈ വീട് പണിതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിഴക്ക് ദർശനവും വടക്ക് കിഴക്കായിട്ട് കിണറുമുള്ള വീടുകൾ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. പക്ഷേ ഇതെല്ലാം അത്യുത്തമമായിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടാതെ വരികയില്ല. ഇതാണ് നമ്മൾ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭംഗിയായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിച്ചണാണ്. നമുക്ക് കിച്ചൺ വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ് ഈ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തടിയായിട്ട് മാച്ചിങ് ആയിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു കിച്ചണാണ്. എത്ര മനോഹരമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കിച്ചണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് നമുക്ക് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. ഫാബറിൻ്റെയാണ് ഇതിൻ്റെ ചിമ്മിനി. മോഡുലാർ കിച്ചണാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കിച്ചണാണ്. അത് അതിമനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നല്ല വെളിച്ചം കയറുന്ന രീതിയിലുള്ള ഒരു ജനലുകളും അതുപോലെ തന്നെ വാതിലുകളുമാണ് ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. ഒരു സിങ്ക് വെച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജുകളുണ്ട്. അതാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നതാണ്. ഫാബറിൻ്റെ ചിമ്മിനിയാണ് ഈ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് തേക്കൻ തടിയാണ്. അതാണ് ഞാൻ ആ ഭാഗം ഞാൻ എടുത്തെടുത്ത് വീണ്ടും കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം തേക്കൻ തടിയിൽ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളുമാണ് ഈ വീട്ടിൽ ഉള്ളത്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്. ഇതാണ് വുഡൻ ഫിനിഷിലുള്ള ടൈലുകളാണ്. അവിടുന്ന് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ 2ാമത്തെ കിച്ചണ്. അവിടെ ഒരു സിങ്ക് ഉണ്ട്. അതും മനോഹരമായിട്ടുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അതിൻ്റെ ടോപ്പിലാന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. ഒരു വിറകടുപ്പുണ്ട്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ കാണാനോ ആയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. പാലാ പൊൻകുന്നം റൂട്ടിൽ വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പൊൻകുന്നം അടുത്തും പൈകി അടുത്തുമാണ് ഈ വീട്.